ചോദിച്ചു. നമസ്കാരം. നമസ്തേ. ടാറ്റ സൺസിനുള്ളിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ അതിൻ്റെ ചെയർമാൻ രാജിവെക്കുന്നു എന്നറിയപ്പെടുന്നു. മാത്രമല്ല ടാറ്റയിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സ്വകാര്യ ഒരു പ്രൈവറ്റ് കമ്പനി കൂടിയാണ് ഈ ടാറ്റ എന്നറിയപ്പെടുന്നത്. മാത്രമല്ല ഇതിൻ്റെ ചെയർമാൻ രാജിവെക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 2024 മുൻ ടാറ്റയുടെ രതൻ ടാറ്റ മത്സരിച്ചതിന് ശേഷം മരണത്തിന് ശേഷമാണ് അതിനുള്ളിൽ പലതരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ നടക്കുന്നത്. അപ്പം അതിൽ പ്രധാനപ്പെട്ട 2 ആരോപണം നടക്കുന്നത്, ഒന്ന് പുറത്തുനിന്നുള്ള സമ്മർദ്ദം കാരണമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നത് എന്നുള്ളതും, മറ്റൊന്ന് ഈ പറഞ്ഞ പോലെ ആഭ്യന്തര കലഹങ്ങളാണ് ഇതിൻ്റെ പ്രധാന കാരണം എന്നുള്ളതും. ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന മറ്റൊരു വാർത്ത, പുതിയ ചെയർമാൻ സ്ഥാനത്തോട്ട് ഒരു മലയാളി വരുന്നു എന്നുള്ള വാർത്തകളെല്ലാം പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു നിജസ്ഥിതി എന്താണ്? ടാറ്റ ഗ്രൂപ്പിന്റെ ഒരു നിയന്ത്രണ ഘടന അത് വളരെ സങ്കീർണമായ ഒരു ഘടനയാണ് അതിനുള്ളത്. ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം രാജിവെച്ചത് ടാറ്റ ഗ്രൂപ്പിലുള്ള 31 കമ്പനികളെയും നിയന്ത്രിക്കുന്ന, അതായത് ടാറ്റ വ്യവസായ സാമ്രാജ്യത്തെ നിയന്ത്രിക്കുന്ന പേരന്റ് കമ്പനി അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി ആയിട്ടുള്ള ടാറ്റ സൺസ്, ആ ടാറ്റ സൺസിന്റെ ചെയർമാനായിട്ടിരുന്ന എൻ ചന്ദ്രശേഖരനാണ് ഈ കഴിഞ്ഞ ദിവസം രാജിവെച്ചത്. ചന്ദ്ര എന്നറിയപ്പെടുന്ന ഇദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു 40 വർഷത്തോളമായിട്ട് ടാറ്റ ഗ്രൂപ്പിന്റെ ഭാഗമാണ്. ഇനി പിന്നെ ടാറ്റ ഗ്രൂപ്പ്, ടാറ്റ കമ്പനികളും ടാറ്റ സൺസിലും മാത്രമല്ല അതിന്റെ നിയന്ത്രണത്തിന്റെ ഘടന നിൽക്കുന്നത്. ഈ ടാറ്റ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നത് ടാറ്റ സൺസ്, ടാറ്റ സൺസിനെ നിയന്ത്രിക്കുന്നത് ടാറ്റ ട്രസ്റ്റ്. ആ ടാറ്റ ട്രസ്റ്റിന് ഒരു ചെയർമാനുണ്ട്. ആ ചെയർമാനും ചന്ദ്രശേഖരനും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളാണ് ചന്ദ്രശേഖരന്റെ രാജിയിലേക്ക് കൊണ്ടെത്തിച്ചത് എന്നാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. ടാറ്റ ട്രസ്റ്റുകളുടെ ചെയർമാനായിട്ടിരിക്കുന്നത് നോയൽ ടാറ്റ എന്ന ടാറ്റ കുടുംബാംഗമാണ്. ചന്ദ്രശേഖരൻ പുറത്തു നിന്നുള്ള ആളാണ്. ചന്ദ്രശേഖരൻ പാർസി അല്ലെങ്കിൽ സൊറാഷ്ട്രിയൻ മതക്കാരനുമല്ല, ടാറ്റ കുടുംബത്തിലെ അംഗവുമല്ല, ടാറ്റകളുടെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ബന്ധുവുമല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഭാഗത്ത് ആ ഒരു സംഘർഷം, നോയൽ ടാറ്റയും ചന്ദ്രശേഖരനും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ചന്ദ്രശേഖരന് 5 കൊല്ലം കൂടി കാലാവധി നീട്ടിക്കൊടുക്കാൻ ടാറ്റ ട്രസ്റ്റുകളുടെ ടാറ്റ ട്രസ്റ്റുകൾ കുറെ ട്രസ്റ്റ് ഉണ്ട്, 6-7 എണ്ണത്തിലധികം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലെ പ്രധാനപ്പെട്ട 2 ട്രസ്റ്റുകൾ ചന്ദ്രശേഖരന് ദൊറാബ്ജി ടാറ്റ ട്രസ്റ്റും അതുപോലെ രത്തൻ ടാറ്റ ട്രസ്റ്റും, ഈ 2 ട്രസ്റ്റുകളൂടെ ചേർന്നിട്ട് സൺസിന്റെ 51.5% ഓഹരി അവർക്കുണ്ട്. അവർ 2 പേരൂടെ ചേർന്നിട്ടാണ് ചന്ദ്രശേഖരന്റെ പേര് നിർദ്ദേശിച്ചതെന്ന് പറയുന്നു. പക്ഷെ യുണാനിമസ് അല്ല, ബോർഡിൽ ഐക്യമില്ല ഇദ്ദേഹത്തിന്റെ പേരിന്. അത് കാരണമാണ് താൻ രാജിവെക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ രാജിക്കത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ, എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് 17 ടാറ്റ ഗ്രൂപ്പിന്റെ ശരിക്കും ആനുവൽ ജനറൽ ബോഡി നടക്കുന്നത്. ഇത് കാരണം ഇതിനു മുമ്പ് തന്നെ ഇദ്ദേഹം രാജിവെച്ചിരിക്കുന്നു. പുതിയൊരു ചെയർമാൻ വരുമെന്ന് പറയുന്നു. ആ ചെയർമാന് ഒരു സെലക്ഷൻ കമ്മിറ്റിയൊക്കെ ഉണ്ട്, അവരായിരിക്കും അത് തെരഞ്ഞെടുക്കുന്നത്. പക്ഷേ ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടി ഇന്നൊരു പേര് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ ടാറ്റ സൺസിന്റെ ചെയർമാനായിട്ട് വരുന്ന അതിശക്തനായ വ്യക്തി, ടാറ്റയുടെ കമ്പനികളെ മുഴുവൻ നിയന്ത്രിക്കാൻ പോകുന്ന ഒരു വ്യക്തിയുടെ പേര് വന്നിട്ടുണ്ട്. അത് ടാറ്റ സ്റ്റീലിന്റെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായിട്ടിരിക്കുന്ന മലയാളിയായ TV നരേന്ദ്രനാണ്. കൊച്ചിയുടെ പഴയ കാലത്തെ പ്രധാനമന്ത്രിയായിരുന്ന, അന്ന് പ്രധാനമന്ത്രി എന്നൊരു പോസ്റ്റ് ഉണ്ട്, അവസാന പ്രധാനമന്ത്രി ആയിരുന്ന ഇക്കണ്ട വാര്യരുടെയും ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും കൊച്ചുമകനായിട്ടുള്ള വ്യക്തിയാണ് നരേന്ദ്രൻ. ഇപ്പോ നമ്മുടെ രാജിവെച്ച ചന്ദ്രശേഖരനെ പോലെ 40ഓളം വർഷങ്ങളായിട്ട് ടാറ്റ ഗ്രൂപ്പിന്റെ ഒരു ജീവനക്കാരനായിരുന്നു. അദ്ദേഹം ടാറ്റ ഗ്രൂപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനി എന്ന് ഒന്നാണ് ടാറ്റ സ്റ്റീല്. പണ്ട് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ, ടിസ്കോ എന്ന് പേരിട്ടിരുന്ന കമ്പനിയാണ്. ആ ടാറ്റ സ്റ്റീലിന്റെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള വിവരം. ടാറ്റ സൺസിനെ തകർക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യത്തിന് നമുക്ക് ഉണ്ടെന്നോ ഇല്ലെന്നോ മറുപടി പറയാൻ പറ്റില്ല. കാരണം ടാറ്റ ഗ്രൂപ്പ്, പണ്ട് ടാറ്റ ഗ്രൂപ്പിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് ഫ്രം സോൾട്ട് ടു സോഫ്റ്റ്വെയർ എന്ന്. അതായത് ഉപ്പ് തൊട്ട്
വിവര സാങ്കേതിക വിദ്യയുടെ മേഖലയിൽ വരെ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ടാറ്റ സൺസ്. ടാറ്റ ഗ്രൂപ്പ്. അതിനെ നിയന്ത്രിക്കുന്ന ഹോൾഡിംഗ് കമ്പനിയാണ് ടാറ്റ സൺസ്. അപ്പോ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് ചില നിർണായക റോളുകളുണ്ട്. അതായത് ഈ രാജ്യത്ത് മറ്റ് കമ്പനികൾക്ക് ഇല്ലാത്ത ഒരുപാട് ഇളവുകൾ ടാറ്റ ഗ്രൂപ്പിന് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. നിയമപരമായിട്ട് ട്രസ്റ്റുകൾക്ക് ഒരു കമ്പനി അങ്ങനെ നിർണായകമായിട്ട് ഓൺ ചെയ്യാൻ പറ്റത്തില്ല. ഒരു കമ്പനിയുടെ ഇപ്പൊ കമ്പനിയിൽ നിക്ഷേപിച്ചിരിക്കുന്നത് ഏതെങ്കിലും ട്രസ്റ്റ് ആണെങ്കിലും ദൈനംദിന കാര്യങ്ങളിൽ ട്രസ്റ്റുകൾ ഇടപെടാൻ പാടില്ല എന്ന് നിയമമാണ്. പക്ഷെ ടാറ്റ ഗ്രൂപ്പിന് അക്കാര്യത്തിൽ ഇളവ് കൊടുത്തിട്ടുണ്ട്. കാരണം ടാറ്റ ഗ്രൂപ്പ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ വ്യവസായ മേഖലയുടെ ഒരു പരിച്ഛേദമാണ്. 4 ട്രില്യൺ US$ വിപണി മൂല്യം മൊത്തത്തിൽ ഇവർക്കുണ്ട്. അതായത് ടാറ്റയുടെ ഞാനീ പറഞ്ഞ 30 എല്ലാ കമ്പനികളൂടെ ചേർത്ത് എടുത്താൽ 4 ട്രില്യൺ ഡോളറിന്റെ വിപണി മൂല്യമാണ്. അത് നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത ഒരു വിപണി മൂല്യമാണ് ടാറ്റ ഗ്രൂപ്പിനുള്ളത്. അതുപോലെ തന്നെ 400 ബില്യന്റെ വിറ്റ് വരെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഡോളറിന്റെ. അപ്പൊ നമ്മള് ഒരുപക്ഷെ കേരളം പോലൊരു സംസ്ഥാനമൊന്നും ടാറ്റ ഗ്രൂപ്പിന്റെ മുന്നിൽ ഒന്നുമല്ല. അത്രയും വലിയ സാമ്രാജ്യം. ആ സാമ്രാജ്യത്തെ തകർത്താൽ ഇന്ത്യയും തകർക്കാം. സ്വാഭാവികമായിട്ടും ടാറ്റ ഗ്രൂപ്പിൽ നടക്കുന്ന ഏതൊരു വിഷയത്തിലും അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മൊത്തം സമ്പത്തി, കാരണം ഇന്നലെ എനിക്ക് തോന്നുന്നു ടാറ്റ ഗ്രൂപ്പിലെ ഈ വാർത്ത വന്നതിന് ശേഷം ഷെയർ മാർക്കറ്റിന്റെ ഇൻഡെക്സുകൾ ഏതാണ്ട് 6% താഴോട്ട് പോയി. പിന്നെ തിരിച്ചു കയറും, അത് വേറെ കാര്യം. പക്ഷെ അങ്ങനെയൊക്കെ വലിയ ഇടിവൊക്കെ സംഭവിക്കും. നമ്മുടെ മൊത്തത്തിലുള്ള സ്റ്റോക്ക് മാർക്കറ്റിനെ തന്നെ ബാധിക്കും. ടാറ്റ ഞാൻ കൃത്യമായിട്ട് എത്ര ശതമാനം താഴോട്ട് പോയി എന്നുള്ളത് ഞാൻ പറഞ്ഞത് അത്ര കൃത്യമായിട്ട് എടുക്കണ്ട. ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഓഹരി വിപണിയെ പോലും ഒരു സുപ്രഭാതത്തിൽ തകർക്കാനുള്ള ശേഷിയുണ്ട് ടാറ്റ ഗ്രൂപ്പ് തകർന്നാൽ. അത് കാരണം തന്നെ നമുക്ക് ഈ ഒരു പ്രവൃത്തിയിൽ ഇന്ത്യയുടെ ശത്രുക്കൾക്കും വേണമെങ്കിൽ അവരുമൊക്കെ പല രീതിയിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് നയിക്കുന്ന പ്രവർത്തികൾ എന്നാ ഞാൻ പറയുന്നത് ചെയ്യാം എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ഒരു കാര്യം. പക്ഷെ അതേസമയം തന്നെ ടാറ്റ ഗ്രൂപ്പിനുള്ളിൽ വർഷങ്ങളായിട്ട് പലതരത്തിലുള്ള സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞു തീരണമെങ്കിൽ മഹാഭാരതം പോലെ മാസങ്ങളെടുക്കും. എങ്കിലും ഞാൻ ഒരു പ്രാഥമികമായിട്ടൊന്ന് പറയാം. അത് ടാറ്റ ഗ്രൂപ്പിന്റെ സ്ഥാപകനായ ജാംഷഡ്ജി നുസർവാൻജി ടാറ്റയുടെ മരണം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ അനന്തരവനും മക്കളും തമ്മിൽ വഴക്കുണ്ടായി. അപ്പൊ അന്ന് തുടങ്ങിയതാണ്. അദ്ദേഹത്തിന്റെ മക്കളായ രത്തൻജിയും അതുപോലെ ദൊറാബ്ജിയും അവരും പിന്നെ RD ടാറ്റ എന്ന് പറയുന്ന അവരുടെ കസിനുമായിട്ട് നിയന്ത്രണത്തെ ചൊല്ലി പ്രശ്നമുണ്ടായി. പിന്നീട് അതിനുശേഷം JRD ടാറ്റ വരുമ്പോഴാണ് ടാറ്റ ഗ്രൂപ്പ് വീണ്ടും അതിന്റെ ഒരു മഹിമയിലേക്ക് വരുന്നത്. JRDയുടെ മരണത്തിന് ശേഷം രത്തൻ ടാറ്റ വന്നു. അദ്ദേഹം വ്യത്യസ്തനായിരുന്നു. JRD ഇവരുടെ ടാറ്റ ഗ്രൂപ്പിലെ പല തലത്തിലുള്ള പ്രതിസന്ധികളുണ്ട്. ഒന്ന് പാർസി സ്വരാഷ്ട്രീയൻ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഫിലാന്ത്രോപ്പി, അതായത് ചാരിറ്റി. ആ ചാരിറ്റിയിൽ അധിഷ്ഠിതമാണ് ഈ വ്യവസായം. അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ഈ ട്രസ്റ്റുകൾ ഉണ്ടാവുന്നത്. ഇവരുടെ ലാഭവും ഇവരുടെ വിഹിതവും എല്ലാം തന്നെ അവർ ട്രസ്റ്റുകളിലാണ് കിട്ടും. പിന്നെ ആ ട്രസ്റ്റാണ് കമ്പനികളെ. അപ്പോൾ ഈ കമ്പനികൾക്ക് ലാഭം ഉണ്ടാക്കണം, അതേസമയം തന്നെ ചാരിറ്റിയും ചെയ്യണം. ഇങ്ങനെ രണ്ട് തലങ്ങളുണ്ട്. പുറത്തുനിന്ന് വരുന്ന ഒരാളിന് ഒരുപക്ഷെ പാർസിയുടെ സ്വരാഷ്ട്രീയന്റെ ആ ഒരു കമ്മിറ്റ്മെന്റ്, ആ ഒരു ലെഗസി ഉണ്ടാകണമെന്നില്ല. അപ്പൊ അത് വേറൊരു സംഘർഷം. ഇപ്പൊ ചന്ദ്രശേഖരനെ പറ്റി എന്റെ ഒരു വിലയിരുത്തൽ, ചന്ദ്രശേഖരൻ എന്ന വ്യക്തി ടാറ്റ ഈ പാർസി സ്വരാഷ്ട്രീയൻ കൾച്ചറുമായിട്ട് യോജിക്കുന്ന ആളാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ചന്ദ്രശേഖരൻ മുഖ്യമായിട്ടും സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയുടെ ഒരു വളർച്ച, ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ വളർച്ചയിലൂടെ അദ്ദേഹം ഈ ഒരു പദവിയിലേക്ക്, ടാറ്റ സൺസിന്റെ ചെയർമാൻ എന്ന പദവിയിലേക്ക് എത്തിയതാണ്. TCSന്റെ തലവനായിരുന്നു അദ്ദേഹം വർഷങ്ങളോളം. അദ്ദേഹം തമിഴ്നാട്ടുകാരനായിട്ടുള്ള ഇദ്ദേഹം പ്രതിദാനം ചെയ്യുന്നത് രാവിലെ തൊട്ട് രാത്രി വരെ മടമടാന്ന് ജോലി ചെയ്ത് അങ്ങനെ ഉള്ള ഒരു കൾച്ചറിന്റെ ഭാഗമാണ് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ അതെല്ലാം വിശദീകരിക്കാൻ ഇവിടെ സമയമില്ല. അപ്പൊ അദ്ദേഹം ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് അത് വേറൊരു സംസ്കാരം പ്രതിനിധീകരിക്കുന്ന, ടാറ്റയുടെ സംസ്കാരമായിട്ട് അത് അത്ര യോജിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അദ്ദേഹത്തിന് എയർ ഇന്ത്യയുടെ കാര്യത്തിലോ ഒക്കെ തന്നെ കൃത്യമായ ഇടപെടലുകൾ നടത്താൻ കഴിഞ്ഞില്ല എന്ന് കരുതുന്ന ഒരാളാണ്.
ഇപ്പൊ ടാറ്റ അഭിമുഖീകരിക്കുന്ന രണ്ട് പ്രതിസന്ധികളാണ് ഇപ്പോൾ. ഒന്ന്, ടാറ്റ സൺസ് എന്ന കമ്പനി അത് പിന്നെ ലിസ്റ്റ് ചെയ്യണം. അത് ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യും. ആ ലിസ്റ്റ് ചെയ്യുന്നതിന് ചന്ദ്രശേഖരൻ അനുകൂലമാണ്. പക്ഷേ ടാറ്റ ട്രസ്റ്റുകളുടെ ചെയർമാനായിട്ടിരിക്കുന്ന നോയല് പ്രതികൂലമാണ്. അപ്പോ അതൊരു സംഘർഷത്തിന്റെ ഒരു മേഖലയാണ്, പ്രധാനപ്പെട്ട സംഘർഷമാണ്. പിന്നെ ഈ ടാറ്റ ട്രസ്റ്റുകളുടെ നിയന്ത്രണം ടാറ്റ കമ്പനികൾക്ക് മേൽ, രത്തൻ ടാറ്റ ഇതിന്റെ രണ്ടിന്റെയും ചെയർമാനായിരുന്നു. ടാറ്റ ട്രസ്റ്റുകളുടെയും ചെയർമാനായിരുന്നു, ടാറ്റ സൺസിന്റെയും ചെയർമാനായിരുന്നു. അങ്ങനെ ഈ അദ്ദേഹം ദൈനംദിന ഇത് ഞാനതാണ് പറഞ്ഞത്, ഇത് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാകും. ഇതൊരു കുടുംബ ചരിത്രവും ഒരു ഇതിഹാസവുമാണ്. ഈ രത്തൻ ടാറ്റ ആദ്യം നോയലിനെ പിന്തള്ളി സൈറസ് മിസ്ത്രി എന്ന വ്യക്തിയെ, ഈ സൈറസ് മിസ്ത്രിയും പാർസി തന്നെയാണ്, ടാറ്റ കുടുംബമായിട്ട് അത്ര അടുത്ത ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നോയലാണ് കുറച്ചുകൂടി ബന്ധമുള്ളത്. നോയൽ യഥാർത്ഥത്തിൽ രത്തൻ ടാറ്റയുടെ ഹാഫ് ബ്രദർ ആണ്. പക്ഷെ രത്തൻ ടാറ്റയ്ക്ക് നോയലിനെ അത്ര ഇഷ്ടമല്ല. അത് കാരണം സൈറസ് മിസ്ത്രിയെ കൊണ്ടുവന്നു. പിന്നെ സൈറസ് മിസ്ത്രിയുടെ കുടുംബത്തിന് ടാറ്റ സൺസില് 18.5% ഷെയറുണ്ട്. അതായത് നമ്മൾ ഞെട്ടിപ്പോകുന്നത് ടാറ്റകൾക്കല്ല ടാറ്റ സൺസിൽ ഏറ്റവും കൂടുതൽ ഷെയർ ഉള്ളത്. ഒരു ഫാമിലി, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഷെയർ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഷാപ്പൂർജി പല്ലോൺജി മിസ്ത്രി എന്ന് പറയുന്ന സൈറസ് മിസ്ത്രിയുടെ പിന്നെ എന്താണ് പിതാവാണോ പിതാമഹനാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞില്ല, പിതാവാണെന്ന് തോന്നുന്നു. അപ്പൊ അദ്ദേഹത്തിനാണ്. അവർക്ക് ഇൻഡിപെൻഡന്റ് ബിസിനസ്സും ഉണ്ട്. അവര് വലിയ കൺസ്ട്രക്ഷൻ കമ്പനിക്കാരാണ്, പല്ലോൺജി ഷാപ്പൂർജി കൺസ്ട്രക്ഷൻസ്. ഇപ്പം ഗൾഫിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒമാനിലെ ഏറ്റവും വലിയ ബിൽഡർ ഗൾഫാറാണ്. രണ്ടാമത്തേത് L&T ആണ്, ഇന്ത്യയുടെ L&T തന്നെയാണ്. മൂന്നാമത്തേത് ഷാപ്പൂർജി കൺസ്ട്രക്ഷൻസ് ആണ്. അപ്പം വലിയ വലിയ മുതൽ മുടക്കുള്ള ബിൽഡിങ്ങുകൾ പണിയുന്ന ഗ്രൂപ്പാണ് ഷാപ്പൂർജി. അവിടുത്തെ അതിന്റെ തലവനായിട്ടിരിക്കുന്ന ഒരു മഹാദേവൻ എന്ന് പറഞ്ഞ ഒരാളാണ്. എനിക്ക് അദ്ദേഹത്തിനെ ഞാൻ പലവട്ടം സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ തന്നെ വേറൊരു കൾച്ചറാണ്. അപ്പൊ ആ കൾച്ചറിൽ വരുന്ന ഒരു വിഭാഗം ആൾക്കാര്, അതിന്റെ ഉള്ളിലെ ആന്തരിക സംഘർഷം. അപ്പൊ ഇതൊരു വല്ലാത്ത പ്രശ്നമാണ്. അപ്പൊ ഇത് ഞാൻ കുറച്ചുകൂടെ ചുരുക്കി പറഞ്ഞാൽ, ഈ ടാറ്റ ട്രസ്റ്റുകളുടെ ചെയർമാനായിട്ട് ഇപ്പോൾ ഇരിക്കുന്ന നോയലിനെ ചന്ദ്രശേഖരനെ ഇഷ്ടമല്ല. അപ്പോ അത് തന്നെയാണ് ഇതിനകത്തിലെ പ്രധാനപ്പെട്ട ഘട്ടം. നോയൽ കുറച്ചുകൂടെ പിടിമുറുക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിന്റെയൊക്കെ ഇടയ്ക്ക് ഈ മറ്റൊരു വ്യക്തി കൂടിയുണ്ട്. അതായത് ഈ മരിച്ചുപോയ സൈറസ് മിസ്ത്രിയുടെ ബന്ധു, വളരെ കസിനായിട്ടുള്ള ഒരു വ്യക്തി. അദ്ദേഹവും ഇതിനകത്തില് അദ്ദേഹത്തിൻ്റെതായ താല്പര്യമുണ്ട്. ആ താല്പര്യമാണ് മെഹുൽ മിസ്ത്രി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ മെഹിലും പിന്നെ നമ്മുടെ നോയലും തമ്മിൽ വഴക്കുണ്ട്, പ്രതിസന്ധിയുണ്ട്. അപ്പോ അതും വേറൊരു വിഷയമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതിലെ ആന്തരിക സംഘർഷങ്ങൾ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ആന്തരിക സംഘർഷങ്ങളല്ല. എങ്കിലും ആന്തരിക സംഘർഷങ്ങൾ തന്നെയാണ് ഇതിലേക്ക് ചന്ദ്രശേഖരന്റെ രാജിയിലേക്ക് വഴിതെളിച്ചത് എന്ന് കരുതപ്പെടുന്നു. ഇതിൽ സർക്കാർ, ഞാൻ പറഞ്ഞതുപോലെ സർക്കാരിന് ഇടപെടാൻ രണ്ട് പഴുതുകളുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന് ഒന്ന്, ഈ ട്രസ്റ്റുകൾക്ക് ടാറ്റ കമ്പനികളുടെ ദൈനംദിന ഭരണത്തിലേക്ക് കയറാവോ എന്ന് ചോദിച്ചാൽ അത് നിയമപരമായിട്ട് വേണമെങ്കിൽ സർക്കാരിന് ആ പണ്ട് കൊടുത്ത ഇളവ് ഇല്ലാതാക്കാം. അതൊരു വിഷയമാണ്. അതുപോലെ തന്നെ ഈ IPOയുടെ കാര്യത്തിൽ, ടാറ്റ സൺസിലെ IPOയുടെ കാര്യത്തിൽ IPO നീട്ടി വെച്ചിരിക്കുകയാണ്. നോയലിന് IPO നടത്തുന്നതിൽ താല്പര്യമില്ല. കാരണം IPO നടത്തിയാൽ അത് ഒരുപക്ഷെ പുറത്തു നിന്നുള്ള ഒരുപാട് ആൾക്കാർക്കും അതിന്റെ ഷെയർ കിട്ടും. അപ്പൊ കുടുംബത്തിന്റെ പുറത്തേക്ക് പോവും എന്നുള്ളത് കൊണ്ടായിരിക്കാം. അപ്പം IPO നടത്തണമെന്ന് വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് നിർബന്ധിക്കാം. കാരണം നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. ടാറ്റ ആണേലും അല്ലെങ്കിൽ ടാറ്റ പറഞ്ഞങ്ങ് പൊക്കോളാൻ പറയാം. അപ്പം ഈ രീതിയിൽ ഉള്ള ഒരു കർശന നിലപാടിലേക്ക് കേന്ദ്രം കടന്നാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോ ഇത് എനിക്ക് തോന്നുന്നു അവസാനം ഇത് പ്രധാനമന്ത്രി മോദിയുടെ കയ്യിൽ, അമിത്ഷായുടെയും കയ്യിൽ ഇതിന്റെ നിയന്ത്രണത്തിന്റെ താക്കോൽ അവരുടെ കയ്യിൽ എത്തും. കാരണം ഈ രണ്ട് വിഷയങ്ങൾ അതിലുണ്ട്. കാരണം ഇന്ത്യക്ക് ഒരിക്കലും ടാറ്റ ഗ്രൂപ്പ് എന്ന കമ്പനി ഇല്ലാതാവാൻ എന്നത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയുടെ ഏറ്റവും പുതിയ വ്യവസായ പദ്ധതികൾ, അതായത് ഡിഫൻസ് മേഖലയിൽ ടാറ്റ അഡ്വാൻസ്ഡ് ഡിഫൻസ് ലിമിറ്റഡും, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ മേഖലയിലെ ധോലേറയിലെ ടാറ്റയും പിന്നെ PSMCയും ചേർന്ന് ഇപ്പോ നിർമ്മിക്കുന്ന ഫാബും, ഈ രണ്ട് കാര്യങ്ങളുടെ കണക്കിലെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് ടാറ്റ കമ്പനിയെ തകർക്കാൻ അല്ലെങ്കിൽ ആന്തരിക വൈരുദ്ധ്യങ്ങൾ അതിനെ ഇല്ലാതാക്കാൻ ഇന്ത്യക്ക് ഒരിക്കലും
അത് സമ്മതിക്കാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ സർക്കാർ ഇടപെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. തൽക്കാലം എനിക്ക് തോന്നുന്നത് സർവ്വസമ്മതനായ ഒരു വ്യക്തി വരും ദിവസങ്ങളിൽ ടാറ്റ ഗ്രൂപ്പിന്റെ ടാറ്റ സൺസിന്റെ ചെയർമാനായിട്ട് വരും. ഇതാണ് എനിക്ക് തോന്നുന്നത്. നരേന്ദ്രന്റെ പേരാണ് ശക്തമായിട്ട് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം ടാറ്റ സ്റ്റീലിന്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹം അതിനെ ഒന്ന് നേരെയാക്കിയ ആളാണ്. ആ വ്യക്തി തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വലിയ പിന്തുണയുണ്ട് ഈ ബോർഡിൽ നിന്നാണ്, അല്ലെങ്കിൽ ട്രസ്റ്റുകളിൽ അദ്ദേഹത്തിന് പിന്തുണയുണ്ടെന്നും നോയലിന്റെ നോമിനിയാണ് അദ്ദേഹം എന്നുമുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നോയലാണ് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും നരേന്ദ്രൻ വരും. പക്ഷെ നമുക്ക് കൂടുതൽ പറയാൻ പറ്റില്ല. ഒരുപക്ഷെ അവസാന വാക്ക് കേന്ദ്ര സർക്കാരിന്റെയും കൂടെ ആകാം. ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാകും. ആ കമ്മിറ്റി ആയിരിക്കും തീരുമാനിക്കുന്നത്. IPOയുടെ കാര്യത്തിലും ഉള്ള ഒരു തർക്കം ഇപ്പോഴും നടക്കുകയാണ്. എന്തായി തീരും എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. എന്തായാലും ശരി, നമുക്ക് തൽക്കാലം ആദ്യപടിയായിട്ട് 17-ാം തീയതിയിലെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വരെ കാത്തിരിക്കാം. അതിനുശേഷം നമുക്ക് കൂടുതൽ വിശകലനങ്ങളും വിവരങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലെത്താം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമസ്കാരം.